ഒരു പപ്പീനെ വാങ്ങിക്കാൻ വേണ്ടി പോവാണ് കാക്കനാട്. അവിടെ ഒരു ആക്സിഡൻറ്റ് നടന്നതാന്ന് തോന്നുന്നു. ഒരു ലോറി മറിഞ്ഞു കിടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇത്രയും ലോങ് പോകണ്ടേ, നമുക്ക് എവിടെയെങ്കിലും ഒരു മിസ്റ്റേക്ക് നമുക്ക് പറ്റിയാൽ ഈ മൊത്തം ട്രിപ്പ് നമുക്ക് കൊള്ളാവും. വീണ്ടും കണ്ടതിൽ സന്തോഷം. ജീവ സ്ട്രോബറിയുടെ പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ജീവ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജീവ സ്ട്രോബറി. അങ്ങനെ UK ലണ്ടനിലുള്ള കുറേ സ്ഥലങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. അങ്ങനെ ഇപ്പോൾ ഞാനുള്ളത് നാട്ടിലാണ്. നാട്ടിൽ തലശ്ശേരിയാണുള്ളത്. അപ്പോൾ ഇന്നത്തെ യാത്രയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇന്നത്തെ യാത്ര കാക്കനാടേക്ക് പോവുകയാണ്. അപ്പോൾ കാക്കനാടേക്ക് എന്തിനാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പപ്പീനെ വാങ്ങിക്കാൻ വേണ്ടി പോവാണ് കാക്കനാട്. കാക്കനാടുള്ള എൻ്റെ ഒരു ഫ്രണ്ടാണ് അരുണിൻ്റെ കയ്യിൽ നിന്നാണ് ഞാൻ ഈ പപ്പീനെ വാങ്ങിക്കുന്നത്. ഈ പപ്പീനെ പറ്റി പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പപ്പി കോർഗി എന്ന് പറയുന്നൊരു ബ്രീഡാണ്. പാംബ്രോക്ക് വെൽഷ് കോർഗി എന്നാണ് ഇതിൻ്റെ ഫുൾ നെയിം വരുന്നത്. അപ്പോൾ ഈ കോർഗി എന്ന് പറയുന്ന ബ്രീഡ് വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു ബ്രീഡാണ്. മാത്രമല്ല കൂടുതൽ ഹൈറ്റ് വെക്കുന്ന ബ്രീഡല്ല. നമ്മളെ വീട്ടിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് വളർത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബ്രീഡാണിത്. നമ്മൾ അടുത്ത ട്രാവൽ വ്ളോഗിൻ്റെ എപ്പിസോഡുകളിൽ ഈ പപ്പി കൂടെ ഉണ്ടാവും. അപ്പോൾ ഞാനും ഈ പപ്പിയായിട്ടുള്ളൊരു കോംബോ ആയിട്ടായിരിക്കും നമ്മൾ അടുത്ത വ്ളോഗ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അത് എത്രത്തോളം സക്സസ് ആവുമെന്ന് എനിക്കറിയില്ല. പപ്പി ഈ ട്രാവൽ വ്ളോഗ് ചെയ്യുന്ന സമയത്ത് കാറിൻ്റെ അകത്ത് ഇരുന്നിട്ട് യാത്ര ചെയ്യുന്ന സമയത്ത് പിന്നെ അടങ്ങിയിരിക്കുമോ എന്നുള്ളൊരു ഡൗട്ടുണ്ട്. ഇത് കുസൃതി കാണിക്കുമോ, എനിക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുമോ, അപ്പോൾ അങ്ങനെയുള്ള കുറേ ഡൗട്ടൊക്കെ എനിക്കുണ്ട്. അങ്ങനെയുള്ള ടെൻഷൻസ് ഉണ്ട്. കാക്കനാട് നിന്ന് പപ്പീനെ കളക്ട് ചെയ്ത് എന്നിട്ട് എനിക്ക് ബാംഗ്ലൂർ പോകണം. ബാംഗ്ലൂരാണ് ഞാനിപ്പം സ്റ്റേ ചെയ്യുന്നത്. ഞാൻ വർക്ക് ചെയ്യുന്നതെല്ലാം ഞാൻ ബാംഗ്ലൂരാണ്. എനിക്ക് തലശ്ശേരിയിൽ നിന്ന് കാക്കനാടേക്ക് 7 മണിക്കൂറത്തെ ഓട്ടോ ഉണ്ട്. അങ്ങനെ കാക്കനാട് പോകുന്ന വഴിക്ക് തൃപ്രയാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ നിർവാണ എന്ന് പറഞ്ഞൊരു ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നൈറ്റ് നിർവാണയിൽ ഞാൻ സ്റ്റേ ചെയ്തതിന് ശേഷം രാവിലെ ആയിരിക്കും അവിടുന്ന് പിന്നെ ഈ പപ്പീനെ വാങ്ങിക്കാൻ വേണ്ടി പോവുക. അപ്പോൾ അങ്ങനെ അവിടുന്ന് ഞാൻ അരുണിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ പപ്പീനെ കളക്ട് ചെയ്തിട്ട് ഞാൻ അവിടുന്ന് നേരെ ബാംഗ്ലൂരേക്ക് പോകും. കാക്കനാട് നിന്ന് ബാംഗ്ലൂരേക്ക് പിന്നെയും 12 മണിക്കൂർ ഓട്ടാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഞാൻ പപ്പീനെ കൊണ്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറേ ടെൻഷൻസ് എനിക്കുണ്ട്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുള്ളത്. 12 മണിക്കൂർ ലോങ് ഡ്രൈവാണ്. പിന്നെ എവിടെയും സ്റ്റേ ചെയ്യില്ല. നമുക്ക് കാഴ്ചകൾ കാണാം. പോകുന്ന വഴിക്കുള്ള കുറേ കാഴ്ചകളും കണ്ട് നമുക്ക് അങ്ങനെയെങ്കിൽ പോവാം. അപ്പോൾ ഓക്കെ, പോവാം. ഹൈവേയിലെത്തുമ്പോഴേക്കും നല്ല മഴ കിട്ടി. അങ്ങനെ നോക്കത്താ ദൂരത്ത് പരന്നു കിടക്കുന്ന റോഡ്, കൂടെ ചാറ്റൽ മഴയും. പിന്നെന്താ വേണ്ടത് ഡ്രൈവിങ്ങിന്. ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു ഡ്രൈവിങ്. അപ്പോഴാണ് ഞാൻ ഗൂഗിൾ മാപ്പ് നോക്കിയത്. ഗൂഗിൾ മാപ്പിൽ അമ്മച്ചി ഇനി 3 മണിക്കൂർ കാണിക്കുന്നുണ്ട് തൃപ്രയാർ എത്താൻ വേണ്ടിയിട്ട്. ഇന്നത്തേക്ക് കാര്യമായിട്ടൊന്നും ഷൂട്ട് ചെയ്യാനില്ല. അതുകൊണ്ട് ഇന്നത്തെ വ്ളോഗ് ഇവിടെ നിർത്തുകയാണ്. ഇനി ഹോട്ടലിൽ പോയി ഒന്ന് റെസ്റ്റ് എടുക്കണം. അപ്പോൾ നാളെ രാവിലെ അവിടെ നിന്ന് ഇറങ്ങി നേരെ പപ്പിയെ വാങ്ങാൻ പോകണം. ബാക്കി കാര്യങ്ങൾ നാളെ കാണിക്കാം. ഗുഡ് മോർണിംഗ്. പുതിയ ദിവസത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒന്ന് ഫ്രഷായി റെഡിയായി. ഇതാണ് ഞാൻ ഇന്നലെ സ്റ്റേ ചെയ്തിട്ടുള്ള നിർവാണ ഹോട്ടലിൻ്റെ റൂം. വലിയ കുഴപ്പമൊന്നുമില്ല. റൂം നല്ല സർവീസൊക്കെ ആയിരുന്നു. ഇനി ഈ ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്ത് കാക്കനാട് പുറപ്പെടുകയാണ്. ഒന്നും കഴിച്ചിട്ടില്ല. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കണം. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വീണ്ടും നല്ല മഴ. യാത്ര തുടങ്ങുന്ന മുമ്പ് അടുത്തുള്ളൊരു ഹോട്ടലിൽ കയറിയിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. വയറും നിറഞ്ഞു. ഇനി നേരെ കാക്കനാടേക്ക്. എന്തായാലും നിർവാണ എന്ന് പറയുന്ന ഹോട്ടലിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങി. ഫുഡൊക്കെ കഴിച്ചു. ഫുഡൊന്നും കുഴപ്പമില്ലായിരുന്നു. അവിടുത്തെ ഫുഡ് വലിയൊരു കുഴപ്പമില്ലാത്ത ഫുഡായിരുന്നു. തൃപ്രയാർ നമ്മൾ കാക്കനാടേക്ക് പോകണം. കാക്കനാടേക്ക് ഇവിടുന്ന് ഇനി 2 മണിക്കൂർ കാണിക്കുന്നുണ്ട് കാക്കനാടേക്ക്. അവിടെ ഒരു ആക്സിഡൻറ്റ് നടന്നതാന്ന് തോന്നുന്നു. ഒരു ലോറി മറിഞ്ഞു കിടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ മഴക്കാലമാണ്. നമ്മളിനി എത്ര ശ്രദ്ധിച്ചിട്ട് പോയാലും അപകടം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ എല്ലാവരും കെയർഫുള്ളായിട്ട്
ഡ്രൈവ് ചെയ്യാൻ വേണ്ടി നോക്കാം. ഓക്കെ, മഴക്കാലത്ത് പ്രത്യേകിച്ച് നമുക്ക് റോഡിൽ എന്തെങ്കിലും ഒരു ഓയിലോ കാര്യങ്ങളോ എന്തെങ്കിലും മറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബ്രേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി നിൽക്കണമെന്നില്ല, വണ്ടി സ്കിഡ് ചെയ്ത് പോകും. അപ്പോൾ അതൊക്കെ നമ്മൾ ഓർമ്മയിൽ വേണം നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ. അങ്ങനെ എത്ര സേഫായിട്ട് നമ്മൾ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ചിലപ്പം നമ്മളെ അശ്രദ്ധ കൊണ്ടായിരിക്കില്ല, ഓപ്പോസിറ്റ് വരുന്ന വണ്ടിയുടെ അശ്രദ്ധ കൊണ്ട് നമുക്ക് അവിടെ പറ്റാം. അതുകൊണ്ട് തന്നെ വളരെ കെയർഫുൾ ആയിട്ടാണ് ഞാനും വണ്ടി ഓടിക്കുന്നത്. ഇത്രയും ലോങ് പോകണ്ടേ, നമുക്ക് എവിടെയെങ്കിലും ഒരു മിസ്റ്റേക്ക് നമുക്ക് പറ്റിയാൽ ഈ മൊത്തം ട്രിപ്പ് നമുക്ക് കൊള്ളാവും. പണ്ട് എനിക്കൊരു ലാപ്ടോപ്പിനെ വാങ്ങിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്, ലാപ്ടോപ്പിനെ വാങ്ങിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പം അത് എൻ്റെ മോൻ അപ്പോൾ ചെറുപ്പമായിരുന്നു. അവൻ പിന്നെ തീരെ കുരുത്തക്കേടൊന്നും ഇല്ലാത്തൊരു പ്രായമുണ്ട്. അവൻ ആ ഡോഗിന്റെ മുകളിലൊക്കെ കയറിയിരുന്ന് ഇങ്ങനെ പുലിപ്പുറത്ത് പോകുന്ന പോലെ ഒക്കെ അങ്ങനെയൊക്കെ ആയിരുന്നു അവന്റെ കളി. അതിന്റെ മുകളിൽ അതിന് ഏകദേശം അവനെ പരിപ്പെടുത്തുന്നുണ്ട്. ലാസ്റ്റ് അതിനെ കൊടുത്തു, ഞാൻ വേറൊരാൾക്ക് കൊടുത്തു. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ. അപ്പം എന്തായാലും ഈ ഡോഗിനെ വായിച്ചത് എന്താവും എനിക്കറിയില്ല. എന്തായാലും ഈ പപ്പി ട്രാവൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളാണോ, അവന്റെ ഇഷ്ട ഭക്ഷണം എന്താണ്, അവനെ എങ്ങനെ ഫീഡ് ചെയ്യിക്കാം, അവന്റെ ഗ്രൂമിങ് എങ്ങനെയാണ്, ഇതിനെ പറ്റിയൊന്നും എനിക്ക് വലിയൊരു ഐഡിയ ഇല്ല. അപ്പം എന്തായാലും ഫ്രണ്ടിനോട് ചോദിച്ച് മനസ്സിലാക്കണം ഈ കാര്യങ്ങളെല്ലാം. എന്തായാലും നമ്മൾ കാക്കനാട് എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഒരു 10 മിനിറ്റ് ഓട്ടം കാണിക്കുന്നുണ്ട് അതിൻ്റെ അകത്ത്. അപ്പം ഞാനിവിടെ എത്തിയിട്ടുണ്ട്. അരുണിൻ്റെ വീടിൻ്റെ അടുത്താണ് ഇപ്പോൾ ഉള്ളത്. കാർ ഇവിടെ പാർക്ക് ചെയ്തിട്ട് അരുണിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് പപ്പിയെ കാണാം. പോയാ ഇവിടെ പോയി. ഹലോ ഹലോ, ഇതാ ഇവരാണ് ആള്. വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. ഇത് ആദ്യമായിട്ടാണ് ഞാൻ അരുണിനെ നേരിട്ട് കാണുന്നത്. ഇനി കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞിട്ട് പപ്പിയെ കൂട്ടി നമുക്ക് വീട്ടിലേക്ക് പോവാം. അപ്പൊ ഇതാണ് ആള്. അപ്പൊ അരുണെ, അതിന്റെ എന്താണ് ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞേ. ഇത് പെംബ്രോക്കെ വെൽഷ് കോർഗി എന്ന ബ്രീഡ്. മറ്റേ പെംബ്രോക്കെ വെൽഷ് കോർഗി. ഇത് കോർഗീസ് 2 ടൈപ്പ് ഉണ്ട്. കാർഡിഗാനും ഉണ്ട്, പെംബ്രോക്കെ ഇതുണ്ട്, പെംബ്രോക്കെ ഉണ്ട്. വെയിൽസ് ആണ് ഒറിജിൻ വരുന്നത്. പിന്നെ മറ്റേ ക്വീൻ എലിസബത്ത് ഒക്കെ വളർത്തിയ ബ്രീഡ്, ഒരു റോയൽ ബ്രീഡ് എന്ന് തന്നെ പറയാം. പക്ക നമ്മുടെ നാട്ടിൽ ഭയങ്കര റയറാണ്. നമ്മുടെ നാട്ടിൽ വന്ന് തുടങ്ങിയിട്ടുള്ളൂ. ക്ലൈമറ്റൊക്കെ ഓക്കെയാണ്, ക്ലൈമറ്റ് കണ്ടീഷൻസ് ഒക്കെ ഓക്കെയാണ്. ഇതിന്റെ ഫുഡും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഫുഡൊക്കെ നോർമൽ ഫുഡാണ്, സാധാരണ ഡോഗ്സിന് കൊടുക്കണമല്ലോ. ഒരു നേരം ഡ്രൈ ഫുഡ്, ഒരു നേരം ചിക്കൻ റൈസ്, പിന്നെ ഇടയ്ക്ക് എഗ്ഗ് കൊടുത്താൽ നല്ലതാണ്. അത്രേ ഉള്ളൂ. ഇപ്പോൾ റിപ്പീറ്റഡ് 3 ടൈം കൊടുക്കേണ്ടി വരും. പിന്നെ വലുതാവും തോറും 2 ടൈം ആവും. അങ്ങനെ അതേപോലെ എങ്ങനെ ചൂടൊക്കെ ഓക്കെയാണ്, എല്ലാ ക്ലൈമറ്റിലും ഓക്കെയാണ്. ഭയങ്കര ചൂട് പറയുന്നില്ല, പക്ഷെ എന്നാലും നമ്മുടെ ഈ ക്ലൈമറ്റ്, ഈ ട്രോപ്പിക്കൽ കണ്ടീഷൻസ് ഓക്കെയാണ്, എല്ലാം ഓക്കെയാണ്. അഗ്രസീവ് ആക്കാം കറക്റ്റ് വാച്ചിങ് പർപ്പസിൽ. ഇപ്പൊ ഇതിന്റെ മദർ വരുന്നത് നല്ല അഗ്രഷൻ ഉള്ളതാണ്. ശരിക്കും കുറയ്ക്കും. രാത്രി ഇപ്പൊ ഇന്നലെയൊക്കെ ഭയങ്കര കുറയായിരുന്നു. ഒരു ചെറിയ സൗണ്ട് കേൾക്കുമ്പോഴേക്കും നന്നായിട്ട് പറയും. നല്ല എക്സ്പെൻസീവ് ബ്രീഡാണ്. എന്തായാലും 50+ ഉണ്ട്. 50+ 1.5 വരെ പോകുന്നു. അതെ. ഓക്കെ, എന്തായാലും നല്ല ക്യൂട്ടായിട്ടുള്ള. പിന്നെ വേറെന്തൊക്കെയാണ് ഇതിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ഇത് തന്നെ നമ്മുടെ നാട്ടിലിപ്പോ ചൈനയിലൊക്കെ ഇതിനു വേണ്ടി ഒരു കോർഗി തെറാപ്പി അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. ഒരു പ്ലേസിൽ നിറച്ച് കോർഗി ആയിട്ട് നമ്മൾക്ക് അവരെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാം. അങ്ങനെ
പിന്നെ ഇതുപോലെ തന്നെ കൊറിയൻ റീജിയനിൽ ഇപ്പോൾ അടുത്തൊരു സംഭവം ഉണ്ടായി. ഇങ്ങനെ ഒരു പാക്ക് ഓഫ് ഡോഗ്സ് മിസ്സായിട്ട് ഒരു 15 കിലോമീറ്റേഴ്സ് അങ്ങനെ എന്തോ പോയി. എന്നിട്ട് കോർഗിയാണ് റൂട്ട് ചെയ്തിട്ട് അവരെ വീട്ടിലേക്ക് എത്തിച്ചു കൊടുത്തത്. അത്രയും ഇൻ്റലിജൻറ്റ് ബ്രീഡാണ്. ഭയങ്കര ഇൻ്റലിജൻറ്റ് ബ്രീഡ്, ഭയങ്കര ഇൻ്റലിജൻറ്റ് ബ്രീഡ്. അത് തന്നെ. ഇപ്പോൾ ഒരു ഡൗട്ട് എന്ന് വെച്ചാൽ നമ്മൾ ട്രാവൽ ചെയ്യുന്നതാണ്, ഇത് കുറച്ച് ആക്റ്റീവായിട്ട് കാണുന്നുണ്ട്, അപ്പം അടങ്ങിയിരിക്കുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ട്. അത് ക്രേറ്റോ അല്ലെങ്കിൽ ബോക്സോ. ഇപ്പോൾ ഈ പ്രായത്തിൻ്റെയാണ്. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര സെറ്റിലാവും സ്വഭാവം. വളരെ കറക്റ്റ് ട്രെയിൻ ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ട്രെയിൻ ചെയ്യുക പെർഫെക്റ്റ്. ഇല്ല, അപ്പുറത്തെ വീട്ടിൽ ബാക്കിലുണ്ട് ഒരു ഡാൽമേഷനും പിന്നെ ഒരു ഇതിന്റെ മദറും ഉണ്ട്. ആ, കാണാൻ പറ്റും. സ്നൂപ്പി, ഗുഡ് ഗേൾ സ്നൂപ്പി. ഇപ്പൊ ഒന്നുമില്ല. അത് ആൾക്കാരെ കാണുന്ന പോലെ ഇരിക്കും. നമ്മളിപ്പോൾ വളർത്തുന്നത് ഒരാളും കാണിക്കാണ്ട് വളർത്തുകയാണെങ്കിൽ അതുപോലെ കുറയ്ക്കും. നമ്മളിപ്പോൾ ഒരാളും എല്ലാവരും കാണിച്ച് ഭയങ്കര സോഷ്യലൈസ് ചെയ്യുകയാണെങ്കിൽ കുറയ്ക്കില്ല. കഴുത്തിൻ്റെ അടിയിലുള്ള മസാജിങ് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. കഴുത്തിൻ്റെ അടിയിലുള്ള മസാജിങ് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബൈ, കാണാം. ഓൾ ദി ബെസ്റ്റ്. എല്ലാം നല്ലതാവട്ടെ യാത്രകൾ. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും വിളിക്കുക. എല്ലാ അഡ്വൈസസും ഞാൻ എപ്പോഴും നമ്മുടെ ഓഫീസിന് നമ്മളെ കൊണ്ടുപോയ ഓഫീസാണെങ്കിൽ നമ്മളുടേതായ രീതിയിലുള്ള അറിയാവുന്ന എല്ലാ അഡ്വൈസസും വളർന്ന വരെ ഷോ ചെയ്യിക്കഴിഞ്ഞാൽ അതിനുള്ളതോ എല്ലാം. ഓക്കെ, എനിക്കൊന്ന് ലിങ്ക് അയച്ചു തന്നാൽ മതി. ലിങ്ക് അയച്ചു തന്നാൽ മതി. ഓക്കെ, ബൈ. പുള്ളിക്കാരനാകെ ഒരു വെപ്രാളാണ്. നോക്കി എങ്ങോട്ടാണ് പോകുന്നത്, എന്താണ് ഒന്നും അറിയില്ല. പുതിയൊരു സ്ഥലം. എന്തായാലും ഇനി ഏകദേശം ഒരു 12 മണിക്കൂർ യാത്രയുണ്ട്. വഴിയിൽ വിശക്കുമ്പോൾ എവിടെയെങ്കിലും നിർത്തി ഫുഡൊക്കെ കഴിച്ച് പതുക്കെ ബാംഗ്ലൂരിലേക്ക് തിരിക്കാം. ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം. പിന്നെ അടുത്ത ട്രിപ്പ് ഞാൻ BR ഹിൽസിലേക്കാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ വീഡിയോ ഞാൻ അവിടെ തന്നെ അപ്ലോഡ് ചെയ്യാം. പിന്നെ ഒരു കാര്യം, ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് ലൈക്കും കമൻറ്റൊക്കെ ചെയ്യാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഞാൻ ജീവ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജീവാസ് ട്രാവറി. അപ്പോൾ ഓക്കെ, ബൈ.